അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ മക്കളെ നാം എവിടെയാണ് കിടത്താറുള്ളത്? ഇപ്പോഴും നമ്മുടെ കൂടെയാണോ കിടന്നുറങ്ങാറുള്ളത്? അതെല്ലാം മക്കളെയെല്ലാം ഒരുമിച്ച് വേറെയാണോ കിടത്താറുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മുറു ഔലാദക്കും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇ സിനീന വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ 10 സിനീന വഫർരിഖൂ ബൈനഹും ഫീ മളാജിഇ. നിങ്ങളുടെ സന്താനങ്ങൾക്ക് 7 വയസ്സാകുമ്പോൾ അവരോട് നിസ്കരിക്കുവാൻ നിങ്ങൾ കൽപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരെ അടിക്കുകയും ചെയ്യുക. എന്നിട്ട് പറയുന്നുണ്ട്, അവരുടെ കിടപ്പറ നിങ്ങൾ വേർതിരിക്കുകയും ചെയ്യുക. 7 വയസ്സെത്തിക്കഴിഞ്ഞാൽ മക്കളെ നമ്മൾ മാറ്റി കിടത്തണം. വാപ്പാന്റെയും ഉമ്മാന്റെയും കൂടെ കിടത്താൻ പാടില്ല. അതുമാത്രമല്ല, കുട്ടികളെ ഒപ്പം കിടത്തുന്ന സ്വഭാവം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആൺമക്കളെയും പെൺമക്കളെയും എല്ലാം വേർതിരിച്ച് തന്നെ കിടത്തണം. കൂടെ കിടത്തുന്ന സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വസ്ത്രത്തിന്റെ കീഴിൽ പുരുഷൻ മറ്റൊരു പുരുഷനോട് ചേർന്ന് കിടക്കരുത്. ഒരു വസ്ത്രത്തിന്റെ കീഴിൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ചേർന്ന് കിടക്കരുത്. അതെല്ലാം നിരോധിച്ച കാര്യമാണ്. പുരുഷൻ പുരുഷന്റെ കൂടെയാണെങ്കിലും സ്ത്രീ സ്ത്രീയുടെ കൂടെയാണെങ്കിലും ശരി, ഒരു പുതപ്പിന്റെ കീഴിൽ കിടന്നുറങ്ങുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. ഇസ്ലാം എതിർത്ത കാര്യം തന്നെയാണ്. അതിന് സഹോദരങ്ങളാകട്ടെ ആര് തന്നെയാവട്ടെ, ഒരിക്കലും 7 വയസ്സെത്തിയ പെങ്ങളുടെ കൂടെ ആങ്ങളെ കിടന്നുറങ്ങാൻ പാടില്ല. അങ്ങനെ ഒരു കിടത്തം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ രക്ഷിതാക്കൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ മാറ്റി കിടത്തുക തന്നെ വേണം. അല്ലെങ്കിൽ പിന്നീട്